ഹൗസ് ബോട്ട് ഓടിക്കുക അല്ലെങ്കിൽ ഹൗസ് ബോട്ടിലൊന്ന് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഹൗസ് ബോട്ട് യാത്ര ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന രസകരമായ നിമിഷങ്ങൾ. അതുപോലെ സ്പീഡ് ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹൗസ് ബോട്ടിലെ ആഹാരം, നല്ല കരിമീനൊക്കെ ചേർത്തുള്ള ലഞ്ച്. ആ ഹൗസ് ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കായലിലെ കാഴ്ചകൾ. ഇതൊക്കെ നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. നല്ല അനുഭവം എന്നാണ് ഇതൊക്കെ അല്ലേ. പ്രത്യേകിച്ച് വിദേശികൾ നാട്ടിലെത്തുമ്പോൾ ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്താറുള്ള പതിവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഈ ഹൗസ് ബോട്ടിലെ യാത്ര, അതിലെ ക്രമീകരണങ്ങൾ, അവിടെയുള്ള കാഴ്ചകൾ, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. കാരണം അതുപോലത്തെ നല്ല ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറന്നുപോരോ. തൊട്ടപ്പോൾ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഓപ്പൺ ആണ് ഓൾവേസ്. അപ്പോൾ കുമരകം ഹൗസ് ബോട്ട് യാത്രയും അതിലെ കാഴ്ചകളിലേക്കും ഏവർക്കും സ്വാഗതം. കുമരകം സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാലങ്ങളാണ്. രണ്ട് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ആ പാലങ്ങൾ കയറി ഇറങ്ങി ഇരു സൈഡിലും വെള്ളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ നടുക്കൂടെയുള്ള റോഡ്, ആ റോഡിലൂടെയുള്ള യാത്ര നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു പ്രത്യേക അനുഭവം നൽകുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാം ഇന്ന് ആ ഒരു യാത്രയുടെ പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. വാഹനങ്ങൾ നിരവധി ഉണ്ട്, എല്ലാം വിദേശികളാണ്. കൂടുതലും പ്രവാസികളായിട്ട് നാട്ടിൽ വരുന്നവരൊക്കെയും ഇത്തരത്തിലുള്ള ഈ യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. കാരണം എല്ലാവർക്കും ഈ പ്രവാസ ജീവിതം തന്നെ നമുക്കറിയാം, വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ ജോലി വീട് ആ രീതിയിൽ കഴിയുന്നവരാണ്. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ആയാസം ലഭിക്കത്തക്കവണ്ണം ഇത്തരം ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. നല്ല മനോഹരമായ പാലങ്ങളാണ് ഈ ഒരു വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നഗരത്തിൻ്റെ തിരക്കുകൾ ഒഴിഞ്ഞ് ചെറിയ റോഡുകളിലൂടെ സൈലൻ്റായിട്ട് നീങ്ങുന്ന ഈ കുമരകം റോഡ്, ഇവിടുത്തെ ഇരു സൈഡിലും ചെറിയ ചെറിയ കടകളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്നത് ചെറിയൊരു ടൗണ് എന്ന് തന്നെ പറയാം. കുറച്ച് കടകളുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളും പലപ്പോഴും ഈ ഒരു കുമരകം ബോട്ട് യാത്രയിൽ പോയിട്ടുള്ളവരായിരിക്കാം, കുമരകം സൈഡിൽ കൂടി യാത്ര ചെയ്തിട്ടുള്ളതായിരിക്കാം. നല്ല തനി നാടൻ കള്ളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതുപോലെ നല്ല ഒന്നാന്തരം മീൻകറി, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സംഭവമാണല്ലോ കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ വറുത്തത്, അതുപോലെ താറാവ് കറി. ഇതൊക്കെ ഇവിടെ ലഭ്യമാകുന്ന നല്ല നല്ല വിഭവങ്ങളാണ്. നല്ല ഒന്നാന്തരം നാടൻ കറികൾ അല്ലേ, ഇതെല്ലാം ഇവിടെ കിട്ടും. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ബോട്ട് യാത്രയിലും ഈ ഒരു ഉച്ചയൂൺ മെനു ഒക്കെ ഉണ്ട്. താറാവ് കറിയും കരിമീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഊണാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇരുവശങ്ങളിലും നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ കുമരകത്തേക്കുള്ള യാത്ര. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ പറയുന്നില്ല ഇത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന്. നിങ്ങൾക്കറിയാം, കൂടുതലും ഇതുവഴി എന്നേക്കാൾ കൂടുതലും യാത്ര ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ ഈ ചിലപ്പോൾ കാണുന്നവരൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കാം ഈ വഴി യാത്ര ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചിലർ എൻജോയ് ചെയ്യാൻ, കഴിക്കാനായിട്ട് കുമരകത്തേക്ക് വരും. ചിലർ സ്ഥലങ്ങൾ കാണുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വരും. ചിലർ ബോട്ടിങ്ങിന് വേണ്ടി വരും. കുമരകം സൈഡിലേക്ക് വന്ന നിരവധി ബോട്ട് ജെട്ടികളാണ്. ഓരോ ബോട്ട് ജെട്ടിയും കുറച്ച് ബോട്ടുകൾ കാണും. ഓരോരുത്തരുടെ ബോട്ടുകളായിരിക്കും അത്, ഓരോ കമ്പനികളുടെ അല്ലെങ്കിൽ ഓരോരുത്തർ നടത്തുന്ന ബോട്ടുകളായിരിക്കും ആ ഒരു ബോട്ട് ജെട്ടി. ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു ബോട്ട് ജെട്ടിയിൽ ഏകദേശം 15-20 ബോട്ടുകളോളം ആണ് ഉള്ളത്. കുറേ ബോട്ടുകൾ യാത്ര പോയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയ വെയിറ്റിംഗ് ഷെഡുണ്ട്. അതുപോലെ നമ്മുടെ വാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് അകത്തേക്ക്. അപ്പോൾ ഈ ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. അവർ നമ്മളോട് പറയും ഏത് കമ്പനികളാണ് നമ്മളെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ കമ്പനികളുടെ പറയുന്നതനുസരിച്ച് നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്ന പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. അത് ഇച്ചിരി കുഴിയും ചള്ളയും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. എന്നിരുന്നാലും കുമരകമല്ലേ, നമ്മളിപ്പോൾ നല്ല സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധിതമാകാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും അവിടെ നമ്മൾ വാഹനം പാർക്ക് ചെയ്തു. അവിടെ ബോട്ടുകൾ കുറേ കിടപ്പുണ്ട്, കണ്ടില്ലേ. കുറച്ച് ബോട്ടുകൾ കസ്റ്റമേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം ബുക്കിംഗ് ആണ്.
നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ബുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ബോട്ടിലും പല ബോട്ടുകളാണ്, 4 മുറികളുള്ളത്, 3 മുറികളുള്ളത്, 2 മുറികളുള്ളത്, അങ്ങനെ ഓരോ മുറികളുള്ള ബോട്ടുകൾ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു 4 മുറിയുള്ള ബോട്ടിൻ്റെ ഇതിലേക്കാണ് നമ്മളിപ്പോൾ ഒന്ന് കയറുന്നത്. അപ്പോൾ നമുക്ക് ആ മുറികളെല്ലാം ഒന്ന് നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് അതാണ് നല്ല ബെഡ്റൂം എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് ഇതൊന്ന് കാണാം. വാഷിംഗ് ഏരിയ, നല്ല വൃത്തിയുള്ള ഒരു കോറിഡോർ, അങ്ങനെ നല്ല ഒരു ബോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ഇന്നുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. ഇത് അടുത്തൊരു മുറി. അപ്പോൾ എല്ലാം കിങ് സൈസ് ബെഡുകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു 4 പേർക്കെങ്കിലും അതിൽ നമുക്ക് വിശ്രമിക്കാം. കിച്ചൺ, നല്ല മനോഹരമായ കിച്ചൺ ക്യാബിനൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, വെളിയിലേക്ക് നമുക്ക് മനോഹരമായ കാഴ്ചകൾ. ഇത് മറ്റൊരു ബോട്ടാണ്, 2 മുറിയുള്ള ബോട്ടുകളാണ്. അപ്പോൾ ആ ബോട്ടിൻ്റെ മുറികളും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇത് കയറുന്നതോടം തന്നെ ഒരു ചെറിയൊരു ഹോള് പോലെ, മിനി ഹോള് പോലെ ഒരുക്കിയിരിക്കുന്നു. ഇത് ഡൈനിങ് ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കാം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, യാത്ര ചെയ്യാം, അതിനുള്ള സൗകര്യമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു കോറിഡോർ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൈക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്, പാട്ട് കേൾക്കാനും മൈക്ക് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ആദ്യത്തെ ഒരു മുറിയാണ്. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വാഷ് ബേസിൻ. ഇതും നല്ലൊരു ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്, അതും വൃത്തിയുള്ള ബെഡ്റൂം. അതിനോട് ചേർന്ന് തന്നെ അവർ ബാത്റൂമും സജ്ജീകരണവും അവിടെ തന്നെ ഉണ്ട്. അതും നല്ല വൃത്തിയോടുകൂടിയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി തൊട്ടപ്പുറത്ത് വേറൊരു മുറിയുണ്ട്. അതും നല്ലൊരു ബെഡ്റൂമാണ്. നല്ല ചെറിയൊരു ബെഡ് അവിടെ ഉണ്ട്, ഒരു ടേബിളുണ്ട്. എല്ലാം AC ആണ് കേട്ടോ, എല്ലാം AC ആണ്. അതും പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ഇതുപോലെ കിച്ചൺ, മനോഹരമായൊരു കിച്ചണാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2 സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു കിച്ചൺ, വെള്ളം ചൂടാക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഒരു വീട്ടിൽ നമ്മൾ എപ്രകാരം താമസിക്കുന്നു അതേപോലെ തന്നെ ഒരുക്കിയിരിക്കുന്ന ബോട്ടുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കയറിയിരിക്കുന്ന ഈ ബോട്ടിലും നമുക്ക് കുട്ടികൾക്ക് നല്ല ഉല്ലാസകരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു നല്ല ബോട്ടാണ്. ഇതിനുമുണ്ട് കോറിഡോറ്, അതിൻ്റെ മുറികളും നമുക്കൊന്ന് കാണാം. ഇതിനൊരു 3 മുറിയുള്ള ബോട്ടാണ്. ഇതൊരു ആദ്യത്തെ മുറി, അതിൽ ചെറിയൊരു ബെഡുണ്ട്, അതുപോലെ ഒരു കബോർഡ്, ബാത്റൂം, മനോഹരമായ ബാത്റൂം, പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ സൈഡിൽ ഇരിപ്പുണ്ട്. അതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. ആ കോറിന് തൊട്ടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു മുറി കാണാം. അതും ഇതുപോലെ തന്നെ ഒരു 2 പേർക്കല്ലേ 3 പേർക്ക് കിടക്കാവുന്ന ഒരു മനോഹരമായ ഒരു മുറി. AC ആണ്, ബാത്റൂമുണ്ട്. അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു മുറി കാണാം. അവിടെയും സൗകര്യപ്രദമായ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. അതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, അതും വളരെ വൃത്തിയുള്ളതാണ്. നമ്മൾ അവിടെ നിന്നും വെളിയിൽ ഇറങ്ങി നേരെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കിച്ചണാണ്. കിച്ചണിൽ ഉച്ചയ്ക്കത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ് അവിടെ നടക്കുന്നത്. അതിൽ നിന്ന് മേളോട്ട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ അവിടെ വലിയ ഒരു ഹോളാണ്. ഒരു 75 പേർക്ക് നമുക്കവിടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. 3 ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. 10-20 പേർക്ക് ഒരു സമയത്ത് ആ ടേബിളിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലേ തന്നെ കണ്ടില്ലേ, വിശാലമായ ഒരു ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട് അവിടെ. 75 പേർക്കോളം ഒരു സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാമെന്നാണ് അവിടെ ഉള്ള അതിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ബോട്ടിൽ കയറിയാൽ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക്സ് തരും. ആ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഡ്രൈവർ സീറ്റിലൊക്കെ ഇരിക്കുക, അവർക്കൊരു ആഹ്ലാദം പങ്കിടുക, അതൊക്കെ വലിയൊരു നല്ല സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ട് സൈഡിൽ തന്നെ വേറൊരു ബോട്ട് അടുപ്പിക്കുന്നുണ്ട്. അത് കരയ്ക്കോട്ട് അടുപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കസ്റ്റമേഴ്സിൻ്റെ ബുക്കിങ്ങിനനുസരിച്ച് അവർ കരയ്ക്കോട്ട് അടുപ്പിക്കും. അപ്പോൾ നമ്മുടെ ബോട്ട് പോകാൻ വേണ്ടി റെഡി ആവുന്നു. ലിവറൊക്കെ തിരിച്ച് കെട്ടുകളൊക്കെ അഴിച്ചു വിട്ട്, അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുന്ന ബോട്ട് കെട്ടഴിച്ചു വിട്ട്, അങ്ങനെ പതിയെ നമ്മുടെ ബോട്ടിൻ്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. വേമ്പനാട്ട് കായലിലൂടെയുള്ള ഹൗസ് ബോട്ട് യാത്രയിലെ മനോഹരമായ കാഴ്ചകൾ, അനുഭവങ്ങൾ ഒക്കെ ഇവിടെ പങ്കിടുകയാണ്. ഓൾറെഡി ഇപ്പോൾ 10 മിനിറ്റ് പറഞ്ഞ് 10 മിനിറ്റ് മുകളിലായി. അപ്പോൾ 10 മിനിറ്റ് മുകളിലായാൽ ഏകദേശം വീഡിയോ ഒക്കെ കാണുക എല്ലാവരും ചുരുക്കമാണ്. അതുകൊണ്ട്
ഈ യാത്ര ഇവിടെ ആരംഭിക്കുന്ന ഇവിടെ വെച്ച് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. നമ്മുടെ യാത്രയുടെ അടുത്ത ഭാഗം, രസകരമായ കാഴ്ചകൾ, യാത്ര, അനുഭവം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ, അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആരും പോകരുത്, മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺ വിത്ത് M4 Travelog for the next video. Now signing out. Till then, bye bye. See you.